നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പല UG കോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അതിലൊരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. 3 ഇയർ പ്രോഗ്രാമാണ് നമുക്ക് മെയിനായിട്ടും വരുന്നത്. ഈ ഒരു 3 ഇയർ പ്രോഗ്രാമിൽ വരുന്ന ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ BA സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ BA സോഷ്യോളജിയിൽ ഒരുപാട് സ്റ്റുഡൻസിന് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് വരുന്നുണ്ട്. അതിലൊരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഇന്ന് പറയുന്നത് ഈ BA സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ BA സോഷ്യോളജിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങളിൽ പലരും ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് പലർക്കും ഡൗട്ട്സ് വരുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എക്സാംസ് ഏത് രീതിയിലാണ് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് സിസ്റ്റം വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ക്ലാസ് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിപ്പം മെയിനായിട്ടും BA സോഷ്യോളജിയിൽ നമുക്ക് 6 സെമിസ്റ്റേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ സെമിസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ സെമിസ്റ്റർ വൈസ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ് മെയിനായിട്ടും വരുന്നത്. ഓക്കെ, 4 പേപ്പേഴ്സാണ്. ഫസ്റ്റ് സെമ്മിലാണെങ്കിലും 4 പേപ്പേഴ്സാണ്, സെക്കൻഡ് സെമ്മിലാണെങ്കിലും 4 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അങ്ങനെ 6 സെമ്മാണ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പം സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് തന്നെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം, നമ്മുടെ ഫ്രണ്ട്സ് ഒരു സബ്ജക്റ്റ് എടുത്തു, അത് അവർക്ക് ഈസി ആണെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം സബ്ജക്റ്റ് എടുത്ത് മുന്നോട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കതിൽ 4 പേപ്പേഴ്സാണ് മെയിനായിട്ടും വരുന്നത്. അതിൽ 2 കോമൺ പേപ്പേഴ്സും 2 മെയിൻ പേപ്പേഴ്സുമാണ് വരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സോഷ്യൽ ഫോർമേഷൻ വേൾഡ് ഹിസ്റ്ററി ആണ്. രണ്ടാമത്തെ പേപ്പർ വരുന്നത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണ്. മൂന്നാമതായിട്ട് 2 കോമൺ പേപ്പേഴ്സ് ആണ് വരുന്നത്, അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് തന്നെയാണ്. അതുപോലെ തിയറി പേപ്പറിനാണെങ്കിലും നമുക്ക് 70 മാർക്കാണ് വരുന്നത്. അസൈൻമെന്റ് പേപ്പറിനാണെങ്കിൽ 100-ൽ നമുക്ക് 35 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. ഇതിൽ രണ്ടിലും നമ്മൾ സെപ്പറേറ്റ് പാസ്സായെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും പാസ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അസൈൻമെന്റ് പേപ്പറിൽ ഇത്ര മാർക്ക് ഉണ്ടല്ലോ, ബാക്കി നമുക്ക് തിയറി പേപ്പറിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതി മേടിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും പാസ് മാർക്കായിട്ട് കൂട്ടില്ല. അപ്പം അതുകൊണ്ട് തിയറിയിൽ 70 മാർക്കാണെങ്കിൽ അതിൽ നമുക്ക് മെയിനായിട്ടും 21 മാർക്ക് തന്നെ പാസ് മാർക്കായിട്ട് വേണം. അതുപോലെ അസൈൻമെന്റ് പേപ്പറിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് 100-ലാണ് മാർക്ക് വരുന്നത്. 100-ൽ നമുക്ക് 35 മാർക്ക് തന്നെ പാസ് മാർക്ക് വേണം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 3 വർഷ ഡിഗ്രി ആണ് വരുന്നത്. ഈ 3 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിപ്പം 3 വർഷത്തേക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാവും. പിന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ ഇനിയിപ്പം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ല, നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ അതല്ല പുറത്തുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കേണ്ടത് അത്തരത്തിലുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നിങ്ങളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് UGC, UPSC, PSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അതിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ കോഴ്സ് എടുക്കുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും പാതി വഴിയിലിട്ട് പോകരുത്. നമുക്കിപ്പം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാവരും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളിപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പം സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാല്യൂഡ് ആണ്. UPSC, PSC, UGC പോലുള്ള എക്സാമുകൾക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും 100% നിങ്ങൾ വിശ്വസിച്ച് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്